ഹൊറർ മാജിക്കിലാണല്ലോ സാറ് കൂടുതൽ ചെയ്യുന്നത്. അപ്പം സാറിന് ഈ ഹൊററിനോടുള്ള കാഴ്ചപ്പാട് എന്താണ്? എൻ്റെ സ്വന്തം ജീവിതത്തിൽ എനിക്ക് ഭയമുണ്ടോയെന്നാണോ ചോദിക്കുന്നത്? സത്യത്തിൽ ഞാൻ വിശ്വസിക്കത്തില്ല, ആരും വിശ്വസിക്കത്തില്ല. ഞാൻ ഭയങ്കര പേടിത്തൊണ്ടനാണ്. സത്യം. ഈ എന്നോട് പെരുമാറുന്നവരും അല്ലെങ്കിൽ സംസാരിക്കുന്നവരും എന്നോട് ഇടപഴകുന്നവരും എല്ലാം അവർ വിചാരിക്കും ഇദ്ദേഹം ഭയങ്കര ഒരു എന്തുവാണ്, ഒരു ഭയങ്കര ധൈര്യശാലിയാണ്, ഭയങ്കര അദ്ദേഹം ക്രൂരനെ പോലെയൊക്കെ നോട്ടമൊക്കെ ഇങ്ങനെയൊക്കെ അല്ല, അപ്പോൾ ഇങ്ങനെയൊക്കെയാണെന്ന് വിചാരിക്കും. പക്ഷേ സത്യത്തിൽ അതൊന്നുമല്ല. ഞാൻ ഒരു ഭയങ്കര ഭീരുവാണ്. എസ്പെഷ്യലി രാത്രിയിലൊക്കെ ഭാര്യയില്ലാതെ ഞാൻ ഉറങ്ങാൻ ബുദ്ധിമുട്ടാണ്. അത് ഞാൻ ഒറ്റയ്ക്കൊന്നും ഒരിടത്ത് ഈവൻ ഒരു ഹോട്ടലിൽ പോയാലും ഒറ്റയ്ക്ക് കിടക്കുക എന്ന് പറഞ്ഞാൽ അപ്പോഴത്തെ ലൈറ്റൊക്കെ കത്തിച്ചിട്ടേ കിടക്കത്തുള്ളൂ. വീട്ടിലാണെങ്കിൽ ഇതിന് ഏതെങ്കിലും സാഹചര്യത്തിൽ ഇപ്പോൾ എൻ്റെ ഒരു കുടുംബത്തിലൊരു കല്യാണം വന്നു, അവർ ചിലപ്പോൾ 2 ദിവസം മുമ്പേയൊക്കെ പോകും. അങ്ങനെ മക്കളും എല്ലാം പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ. ആണെങ്കിൽ ഞാൻ ചെയ്യുന്നത്, ഞാൻ കിടക്കും. ഞാൻ പറഞ്ഞു കിടന്നോളാവോ എന്ന് എൻ്റെ ഭാര്യ ചോദിക്കും. അച്ഛാ കിടന്നോളാവോ, ഒറ്റയ്ക്ക് കിടക്കുന്ന പേടിയുണ്ടോ? ഒന്നും പേടിയൊന്നുമില്ല. അങ്ങനെ പുള്ളി അവർ പിന്നെ വരില്ല. ഞാനിതെല്ലാം എല്ലാ ഡോറുകളും പോയി പൂട്ടിയിട്ട് ലൈറ്റല്ല, പക്ഷേ ലൈറ്റുകളെല്ലാം കത്തിച്ചിട്ട് എന്നെ ഉറങ്ങത്തുള്ളൂ. മനസ്സിലായി? അപ്പോൾ ഈ ലൈറ്റെല്ലാം കാണുമ്പോൾ അയലത്തുകാർക്ക് അറിയാം സാമ്രാജിൻ്റെ വീട്ടിൽ ഭാര്യയൊന്നുമില്ല, സാമ്രാജ് മാത്രമേ ഉള്ളൂ എന്നുള്ള അറിയാം. മനസ്സിലായി? ഇതാണ്. അന്നേരം അതനുസരിച്ച് ഈ കറണ്ട് ചാർജ് കൂടും. 2-3 ദിവസം തുടർച്ചയായിട്ട് എല്ലാ ലൈറ്റും കത്തിച്ചിട്ടേ കിടക്കത്തുള്ളൂ. അതിനൊരു കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, ഉറങ്ങിക്കഴിയുമ്പോൾ എനിക്ക് ഈ സ്വപ്നം കാണും. നിങ്ങളൊക്കെ അമ്പിളിമാമനെയും അല്ലെ മറ്റുള്ളവരെ ഇപ്പം എന്തുവാണ് ഇങ്ങനെയുള്ള ആൾക്കാർ എന്തെങ്കിലും മമ്മൂട്ടിയെ, മോഹൻലാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ സ്വപ്നം കാണും. നിങ്ങൾക്ക് ഇതൊരു സീരിയൽ ആക്ടറാണ് കേട്ടോ, അറിയാമല്ലോ അനിൽ. അപ്പം നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട സ്വപ്നങ്ങളെ. പക്ഷേ ഞാനെന്ന് പറഞ്ഞാൽ എൻ്റെ സ്വപ്നത്തിൽ വരുന്ന കഥാപാത്രങ്ങളെല്ലാം രക്തരക്ഷസ്, കള്ളിയാങ്കാട്ട് നീലി, നിഴലായി ആ പാട്ടൊക്കെ പാടിക്കൊണ്ട് ഇങ്ങനെ പോകുന്നു. എന്നും നിഴലായി പാട്ട് പാടിക്കൊണ്ട് എൻ്റെ ചുറ്റും ഇങ്ങനെ നടക്കുകയാണ്. ഇതൊക്കെയാണ്. പിന്നെ ഡ്രാക്കുള, എൻ്റെ പ്രോഗ്രാമിനകത്ത് പല ഡ്രാക്കുളകളും ഒക്കെ ഉണ്ട്. ഇതെല്ലാം ഈ കഥാപാത്രങ്ങളെ രൂപം കൊടുക്കുന്ന എൻ്റെ സ്വപ്നത്തിലൂടെ ഇവരെല്ലാം ഇതെല്ലാം ഞാൻ എൻ്റെ പ്രോഗ്രാമിൽ പ്രാവർത്തികമാക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് ഈ ഹൊററായിട്ടൊക്കെ തോന്നുന്നതേ